ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവീലിൽ ഫതാവയിൽ ഒരു മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്രകാരമാണ്: മസ്അലത്തുൻ ഫീമൻ യഖറഉ ഖതമാതിൻ മിനൽ ഖുർആനി ബി ഉജ്റത്തിൻ ഹൽ യഹില്ലു ലഹു ദാലിക്. ഒരാൾ ഖുർആനിൽ നിന്നും ധാരാളം ഖത്തുമുകൾ പാരായണം ചെയ്യുകയും അത് കൂലിക്ക് വേണ്ടി നിശ്ചയിച്ച് അതിൽ നിന്നും കൂലി കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഇത് അനുവദനീയമാണോ? ശറഇൽ അത് പാടില്ലാത്തതാണോ? അങ്ങനെ അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ സ്വതക്കയുടെ പരിധിയിലാണോ അല്ലെങ്കിൽ അദ്ദേഹം അധ്വാനിച്ചു സമ്പാദിക്കുന്ന പരിധിയിലാണോ പെടുക? ചോദ്യത്തിന് മറുപടി മഹാനുഭാവൻ നൽകുന്നതായി കാണാം. ഖിറാഅത്ത് കൊണ്ട് മാത്രം, ഖുർആൻ പാരായണത്തിൻ്റെ മേൽ മാത്രമായ നിലക്ക് സമ്പത്തിനെ സ്വീകരിക്കുക എന്നത് പാടില്ല. അതോടൊപ്പം പ്രാർത്ഥനയും കൂടി ശേഷമുണ്ടെങ്കിൽ അനുവദനീയവും തന്നെയാണ്. പക്ഷേ അത് സ്വതക്കയുടെ, നേരത്തെ പരാമർശിക്കപ്പെട്ട സ്വതക്കയുടെയോ അല്ലെങ്കിൽ കൂലിയുടെയോ രീതിയിലല്ല, മറിച്ച് ജുആലത്തിൻ്റെ രീതിയിലാണ്. കാരണം ഖുർആൻ പാരായണം എന്നുള്ളതിനെ ഒരു കൂലി നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് കൂലിക്ക് വാങ്ങാവുന്നതല്ല. കാരണം അതിൻ്റെ മൻഫഅത്ത്, ഉപകാരം എടുക്കുക എന്ന് പറയുന്നത് ഓതിയ ആൾക്ക് തന്നെയാണ്. അതായത് പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം പാരായണം ചെയ്തവർക്ക് തന്നെയാണ് കിട്ടുക, ഖാരിഇനാണ് കിട്ടുക, അല്ലാതെ മഖ്റൂഇനല്ല. നാം ആരുടെ പേരിൽ നിയ്യത്ത് വെച്ച് ഓതിയാലും അതിൻ്റെ കൂലി ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ് എന്നതുകൊണ്ട് അത് ഉജ്റത്തിൽ കൂലി നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ ഉപകാരത്തെ കൊടുക്കാനും വാങ്ങാനും പറ്റില്ല. അതേസമയം ശേഷം നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആഇൻ്റെ മേലിൽ നമുക്ക് കൂലി വാങ്ങാവുന്നതുമാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മശായിഖുമാർ തഖ്രീർ ചെയ്തത് എന്ന് മഹാനാകുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള ഷരീഫിലേക്ക് സിയാറത്തിന് ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾക്ക് ആ പോകുന്നതിന് പൈസ വാങ്ങാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള അവിടെയും ഇതേ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ദുആ അവിടെ ഉണ്ടെങ്കിൽ പറ്റും. കാരണം ദുആ എന്നതിനെ നിയാബത്ത്, അതായത് ഒരാളെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യൽ, പകരമാക്കൽ അവിടെ പറ്റുന്നതായതുകൊണ്ട് ദുആഇൻ്റെ മേലിൽ ശേഷം നാം ദുആ ചെയ്യുന്നതോടുകൂടെ നമുക്ക് കൂലി പ്രതിഫലം കൈപ്പറ്റാവുന്നതാണ്. അതല്ലാതെ ഖിറാഅത്തിനു മാത്രമായ നിലക്ക് പ്രതിഫലം കൈപ്പറ്റരുതെന്നാണ് അഇമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുമല്ലോ. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.